നിങ്ങളിപ്പോൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും കേട്ടിട്ടുണ്ടോ ഈ പി ഇ റേഷ്യോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പി ഇ റേഷ്യോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് പി ഇ റേഷ്യോ എന്നാണ്, എങ്ങനെ അനലൈസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ നോക്കാൻ പോകുന്നത്. സോ മൈ നെയിം ഈസ് അമൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഈ പി ഇ റേഷ്യോ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു PPT പ്രസൻറ്റേഷൻ വന്നിരിക്കുകയാണ്. ഈ പി ഇ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ബൈ ഏർണിങ്സ് പെർ ഷെയർ എന്നാണ്. നമ്മളിപ്പോൾ ഈ സ്റ്റോക്ക് പ്രൈസ് ഉണ്ടല്ലോ, കറൻ്റ്ലി മാർക്കറ്റിൽ എത്രയാണോ സ്റ്റോക്കിൻ്റെ വാല്യൂ, അതായത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറയും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ പോയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഈ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഒരു കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ പറഞ്ഞാൽ എത്ര ഷെയർസാണ് അവർക്കുള്ളത്, അതാണ് ഈ ഏർണിങ്സ് പെർ ഷെയർ. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർണിങ്സ് പെർ ഷെയർ കിട്ടും. ഈ ഏർണിങ്സ് പെർ ഷെയറിനെ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് ഏർണിങ്സ് പെർ ഷെയർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പി റേഷ്യോ കിട്ടും. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ പി റേഷ്യോ പറഞ്ഞാൽ നമുക്ക് ഇതിരുന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടുന്നതാണ്. നമ്മൾക്ക് ലൈവായിട്ടൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒരു കമ്പനീൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ടിക്കർ ടേപ്പിൽ ഞാൻ ഓൾറെഡി ടാറ്റ മോട്ടോഴ്സ് നടത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ താഴേക്ക് ഒരു സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു പി ഇ റേഷ്യോ എന്ന് പറയുന്ന കാണാം. ഈ പി ഇ റേഷ്യോ എന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ₹1 നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 11.56 രൂപ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് ഈ പി ഇ റേഷ്യോന് ശരിക്കത്തെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, അപ്പോൾ ഞാൻ ₹1 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 11.56 rupees കൊടുക്കാൻ റെഡിയാണ്. അതാണ് ഈ പി റേഷ്യോന് മീനിങ്. റേഷ്യോ നമ്മൾക്കൊരു സ്പെസിഫിക് റൂളില്ല, ഇത്ര കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ വാങ്ങിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് റൂളില്ല. നമ്മളിത് എപ്പോഴും എന്തെങ്കിലും വെച്ച് കമ്പയർ ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യാം. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് മാരുതി സുസുക്കി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീൻ്റെ മൊത്തത്തിലായിട്ട് കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻഡസ്ട്രി ഫുള്ളായിട്ട് വേണം ഈ പി റേഷ്യോനെ കമ്പയർ ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഇത് ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് ഈ പി റേഷ്യോ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. താഴെ വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കമ്പാരിസൺ ഉണ്ട്. ഇവിടെ മാരുതി സുസുക്കിൻ്റെ 28.05 ആണെന്ന് കാണാൻ പറ്റും, മഹീന്ദ്രൻ്റെ 30 ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്, ടാറ്റ മോട്ടോഴ്സ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫോഴ്സിന് നമുക്ക് 30 ആണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ പി ഇ റേഷ്യോ കുറവാണെന്ന് കാണാൻ പറ്റും. അതിനർത്ഥം അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് പറയാൻ പറ്റും. അതായത് ഭാവിയിലേക്ക് നല്ല ഒരു ലെവലിൽ എത്താൻ പറ്റിയ സ്റ്റോക്ക് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിപ്പോൾ മാരുതി സുസുക്കി 28-ലും മഹീന്ദ്രയൊക്കെ ഒരു 30 ആ റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ഇത് 11.56 ഏകദേശം 12 എന്ന് പറയാം, 12 ഉള്ളൂ പി റേഷ്യോ. സോ നമ്മൾക്ക് ഇത് അത്രയും അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ അവിടെ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും റീസണായിട്ട് ന്യൂസ് വന്നേക്കാം. അതായത് ഇപ്പോൾ ടാറ്റൻ്റെ ഒരു നല്ല വെഹിക്കിൾ നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്, അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമായിട്ട് അങ്ങനെയും ഇതിൻ്റെ പി ഇ റേഷ്യോ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ന്യൂസും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം, മാത്രമേ നമുക്ക് ഈ പി റേഷ്യോ കുറച്ചും കൂടി അർത്ഥമായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞല്ലോ, നല്ല ഹൈ പി റേഷ്യോ ഉള്ളതാണെങ്കിൽ അത് ഓവർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് നമുക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. നമുക്കിവിടെ മഹീന്ദ്രൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇവിടെ പി ഇ റേഷ്യോ വന്നിട്ട് 30 ആണെന്ന് കാണാൻ പറ്റുന്നത്. സോ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്ന ഓവർ വാല്യൂഡ് സ്റ്റോക്കാണെന്ന് നമുക്ക് കണ്ണു പൂട്ടിയിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്രയ്ക്കും ആൾക്കാർ റെഡിയാണ് ഇതിന് 30 rupees കൊടുക്കുന്നത്. അത് ₹1 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 30 രൂപ കൊടുക്കാൻ റെഡിയാണ്. ഇതിന് രണ്ടായിരിക്കാൻ കാരണം, ഒന്നുകിൽ അതൊരു ലക്ഷറിയസ് ബ്രാൻഡാണ്, അതായത് ഇപ്പോൾ നമുക്ക് ഐഫോണും അല്ലെങ്കിൽ വല്ല ലക്ഷറിയസ് കാറും അതിനൊക്കെ പറയാമല്ലോ, അത് എത്ര വില കൊടുത്തിട്ടാണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കാൻ റെഡിയാണ്. ഈവൻ ദോ അത് കാറാണ്, മാരുതിക്കും കാറുണ്ട്, ഓൾട്ടോയും കാറാണ്, ബെൻസ് എന്ന് പറയുന്നത് അതും കാറാണ്. കാറ് വാങ്ങിക്കുന്നവർ എല്ലാം ഓൾട്ടോയ്ക്ക് തന്നെ വാങ്ങിക്കണമെന്നില്ലല്ലോ, ജസ്റ്റ് ആ ബെൻസ് അത്രയ്ക്കും വില കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ അങ്ങനെ നമ്മൾക്ക് ഈ ഹൈ പി റേഷ്യോയിലാണ് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് എല്ലാ പി റേഷ്യോ കൂടിയതും ഓവർ വാല്യൂ സ്റ്റോക്ക് അല്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ TTM/PE റേഷ്യോ എന്ന് പറയുന്നത്. ഈ TTM നമുക്ക് ഇവിടെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും, ട്രെയിലിംഗ് 12 month എന്നാണ് ഇതിന് ശരിക്കും അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. അതായത് ഈ പി ഇ റേഷ്യോ എന്ന് പറയുന്നത് ഈ 12 മാസത്തെ ഒരു ആവറേജ് ആണ് ഈ 11.56 എന്ന് പറയുന്നത്. അതാണ് ഈ TTM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്രെയിലിംഗ് 12 month.
കഴിഞ്ഞ 12 മാസത്തെ ഡാറ്റയാണ് നമുക്കിവിടെ പി ഇ റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ചില വേറൊരു സൈറ്റിലൊക്കെ നമ്മൾക്ക് ഇവിടെ ഫോർവേഡ് പി ഇ റേഷ്യോ എന്നിട്ട് കാണിക്കും. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ഫോർകാസ്റ്റ് ചെയ്ത ഫിനാൻഷ്യൽ ഡാറ്റ വെച്ചിട്ട്, അതായത് പ്രോഫിറ്റൊക്കെ ഇനി ഭാവിയിലുള്ള അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടുള്ള പി ഇ റേഷ്യോ ആയിരിക്കും ഈ ഫോർവേഡ് പി ഇ റേഷ്യോ എന്ന് പറയുന്നത്. അതിനെക്കാട്ടിയും എത്രയോ ബെറ്റർ ആയിരിക്കും ഈ ടി ടി എം വെച്ച് കമ്പയർ ചെയ്യുന്നത്. കാരണം ഒബ്വിയസ്ലി ഇത് വന്ന ഡാറ്റയാണ്. അപ്പോൾ വന്ന ഡാറ്റ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നല്ലോ കുറച്ചും കൂടി നമ്മളുടെ ഡാറ്റ റിലയബിളായിട്ട് കിട്ടുക. സോ ഈ ടി ടി എം എന്ന് പറഞ്ഞിട്ടുള്ള പി ഇ റേഷ്യോ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതായിരിക്കണം ശരിക്കത്തെ റിസൾട്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് പി റേഷ്യോനെ കുറിച്ചൊന്നും പറയാനില്ല. ജസ്റ്റ് ഇതായിട്ട് ഒറ്റയ്ക്ക് നമുക്ക് പി റേഷ്യോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ തൊട്ടുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ടിക്കർ ടൈപ്പ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും പി റേഷ്യോ ഒക്കെ ഏതെങ്കിലും ഒരു കമ്പനി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യത്തിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്രയൊക്കെ തന്നെ ഈ പി റേഷ്യോനെ കുറിച്ച് പറയാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞതും എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ഡൗട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അത്രയൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.